അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിലേക്ക്. കേരളത്തിന്റെ ക്ഷണം അർജന്റീന ഫുട്ബോൾ ടീം സ്വീകരിച്ചു. മന്ത്രി വി അബ്ദുറഹ്മാന്റെ വാർത്താ സമ്മേളനം നാളെ ഉണ്ടാകും. അർജന്റീന ടീം കേരളത്തിലെത്തുന്നത് ആദ്യം പുറത്തറിയിച്ചത് കൈരളി ന്യൂസ് ആണ്. മന്ത്രി വി അബ്ദുറഹ്മാൻ പാലക്കാട് വെച്ച് കൈരളി ന്യൂസിനോട് ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു. എന്നാലും ഒരു ക്ലൂ, അടുത്ത നവംബറോടുകൂടി അർജന്റീന കേരളത്തിൽ സൗഹൃദ മത്സരം നടത്തും. അത് ഉറപ്പാണ്. ഇപ്പോൾ സ്പോൺസർ ആയിട്ടുണ്ട്. ആ മാച്ച് സ്പോൺസർ ചെയ്യാൻ സന്നദ്ധമായി കേരളത്തിലെ വ്യാപാരികൾ വന്നിട്ടുണ്ട്. റെഡിയാണ്. സുലേഖ ശശികുമാർ ചേരുകയാണ്. സുലേഖ, മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരം മന്ത്രി കൈരളി ന്യൂസിനോട് പങ്കുവച്ചതായിരുന്നു. ഇപ്പോൾ അത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണമാകുന്നു. മെസ്സി എത്തുമോ എന്നുള്ളതാണ് ഇനി ആരാധകർ കാത്തിരിക്കുന്നത്. എങ്ങനെയാണ് വിവരങ്ങൾ? തീർച്ചയായും ഫുട്ബോൾ ആരാധകരൊക്കെ തന്നെയും കാത്തിരുന്ന ഒരു വാർത്തയാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് കൈരളി ന്യൂസാണ്. കൈരളി ന്യൂസിലൂടെ പാലക്കാട് വെച്ചാണ് ഇത്തരത്തിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ ഇത്തരത്തിലൊരു വാർത്ത പ്രേക്ഷകരിലേക്ക് എത്തുന്നത് കൈരളി ന്യൂസ് വഴിയാണ്. എന്തായാലും നാളെ ഇതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. അവസാനത്തോടുകൂടി കേരളത്തിലേക്ക് അർജന്റീന ഫുട്ബോൾ ടീം എത്തുമെന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ മത്സര ഫുട്ബോൾ ആയിരിക്കും ഇത്തരത്തിൽ അർജന്റീന ഫുട്ബോൾ ടീം കേരളത്തിൽ വന്ന് കളിക്കുക എന്നതാണ് അറിയാൻ കഴിയുന്നത്. സൂചിപ്പിച്ചതുപോലെ ഇതിൽ ഇനി ലയണൽ മെസ്സി ഉണ്ടാകുമോ എന്നതാണ് കാത്തിരിക്കുന്ന ഒരു കാര്യം. ഇതിലും എന്തായാലും നാളെ ഒരു സ്ഥിരീകരണം മന്ത്രി തന്നെ നൽകുമെന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ഈ രണ്ട് മത്സരങ്ങൾ അത് കേരളത്തിൽ ഒന്ന് തിരുവനന്തപുരത്തും കൊച്ചിയിലാകും എന്നതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിലടക്കമുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങളിലടക്കം നാളെ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ്. ഈ രണ്ട് മത്സരങ്ങൾ അത് പ്രമുഖ ഏഷ്യൻ ടീമിനെ വെച്ചാകും മത്സരം ഉണ്ടാവുക. ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ ഏഷ്യൻ ടീമുകൾ വെച്ചായിരിക്കും അർജന്റീന ഫുട്ബോൾ ടീമിന്റെ സൗഹൃദ മത്സരം ഉണ്ടാവുക. എന്തായാലും ഇത്തരത്തിൽ സൗഹൃദ മത്സരം കളിക്കാനുള്ള ലോകചാമ്പ്യന്മാരായ അർജന്റീന ക്ഷണം ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷൻ നേരത്തെ നിരസിച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് അർജന്റീന ടീമിനെ ഇന്ത്യയിലെത്തിക്കാനുള്ള ഉയർന്ന ഒരു ആലോചന ഇത്തരത്തിൽ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഇതിൽ നേരത്തെ തന്നെ കഴിഞ്ഞ സെപ്റ്റംബർ ഇതുമായി ബന്ധപ്പെട്ട മന്ത്രി വി അബ്ദുറഹ്മാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഒരു ചർച്ചകൾ നടത്തിയിരുന്നു. ഈ അർജന്റീനയിൽ ചെന്ന അസോസിയേഷൻ ഭാരവാഹികളൊക്കെ തന്നെയും കണ്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഫുട്ബോൾ ടീം സൗഹൃദ മത്സരം കളിക്കാൻ കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളൊരു വാർത്ത വരുന്നത്. എന്തായാലും ഇത് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു സന്തോഷം പകരുന്ന ഒരു വാർത്ത തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഇനി ലയണൽ മെസ്സി ഇത്തരത്തിൽ സൂപ്പർ താരം ലയണൽ മെസ്സി ശരി, സുലേഖ ശശികുമാറാണ് വിവരങ്ങൾ നൽകിയത്. അർജന്റീന ടീം സൗഹൃദ മത്സരത്തിനായി കേരളത്തിലേക്ക് എത്തുകയാണ്. ഇക്കാര്യത്തിൽ ഇപ്പോൾ ഔദ്യോഗിക തീരുമാനമായിരിക്കുന്നു.